ഇന്ന് നോക്കൂ നിങ്ങൾ, മുസ്ലിം ലോകം കടുത്ത പരീക്ഷണങ്ങളിലൂടെ കടന്നു പോവുകയാണ്. പ്രവാസികളുടെ കുടുംബങ്ങള് നെഞ്ചിൽ തീ കൊണ്ടാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. യുദ്ധം നടന്ന സന്ദർഭത്തിൽ, 90കളിൽ യുദ്ധം നടന്ന സന്ദർഭത്തിൽ നമ്മുടെ സഹോദരങ്ങളായ ആളുകൾക്ക് ഗൾഫ് രാജ്യങ്ങൾ വിട്ട് നാട്ടിലേക്ക് വരേണ്ടി വന്നു. അതുണ്ടാക്കിയ സാമ്പത്തിക സാമൂഹിക പ്രശ്നങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയായിരുന്നു. അങ്ങനെയുള്ള ഒരു യുദ്ധസമാനമായ സാഹചര്യമാണ് പശ്ചിമേഷ്യയിൽ, ഗൾഫ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നാട്ടിൽ സമാധാനം നിലനിർത്തുന്നതിന് വേണ്ടി പരിശുദ്ധ റമളാനിൽ ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് നമ്മളിൽ നിന്ന് വേണ്ടത്. നമുക്ക് അവർ ഉപജീവനം നൽകുകയാണ്. എത്രയോ കുടുംബങ്ങളാണ് അവരെ ആശ്രയിച്ചുകൊണ്ട് ഉപജീവനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എത്രയോ ആയിരങ്ങളാണ് അവിടെ പ്രവാസികളായി ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അവർക്ക് തൊഴിൽ നൽകുന്ന തൊഴിൽദാതാക്കള് ആ നാടിന്റെ മക്കളാണ്. ആ നാട്ടിൽ സ്വസ്ഥതയും സമാധാനവും നശിച്ചു പോയാൽ അത് നമ്മുടെ എല്ലാം ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നതില് യാതൊരു സംശയവുമില്ല. നമ്മുടെ നിത്യജീവിതത്തിന്, നമ്മുടെ സാമൂഹ്യ പ്രവർത്തനത്തിന്, നമ്മുടെ ദഅ്വാ പ്രവർത്തനത്തിന് ഒക്കെ ആ രാജ്യങ്ങൾ നൽകുന്ന വലിയ പിന്തുണ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ആ രാജ്യങ്ങളിലെ മനുഷ്യര് കഴിഞ്ഞ മണിക്കൂറുകള് അങ്ങേയറ്റം അസ്വസ്ഥതയിലും ഉത്കണ്ഠയിലുമാണ് ജീവിച്ചത് എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടതുണ്ട്. പരിശുദ്ധ റമളാനിൽ അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തുമ്പോൾ ആ നാട്ടിന്റെ നന്മയ്ക്ക് വേണ്ടിയും സമാധാനത്തിന് വേണ്ടിയും മനമുരുകി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. യുദ്ധമൊന്നിനും പരിഹാരമല്ല. യുദ്ധം വീണ്ടും സങ്കീർണതകളും പ്രശ്നങ്ങളും സംഘർഷങ്ങളും ലോകത്ത് കൊണ്ടുവരിക മാത്രമാണ് ചെയ്യുന്നത്. ആരെങ്കിലും വിജയിച്ചു എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്നും ആത്യന്തികമായ യുദ്ധവിജയങ്ങളല്ല. ഒരു യുദ്ധം മറ്റൊരു യുദ്ധത്തിന് കോപ്പുകൂട്ടുകയും മുന്നൊരുക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നു എന്നല്ലാതെ യുദ്ധങ്ങൾ ലോകത്തൊരിക്കലും തന്നെ സമാധാനം കൊണ്ടുവരികയില്ല. അതുകൊണ്ട് ലോക സമാധാനത്തിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മളിൽ ഉണ്ടാവണം.